താരിയവൻ നോമ്പോട് കൂടെ എന്നെ ഇപ്പോൾ താനെ മരണമാക്കും എണ്ട് പിണ്ട് ഓതി അഞ്ഞാമാനെ മാനീത സൂറത്ത് തീരും മുമ്പ് മൗത്തായാനെ പെരിയവായി മുത്ത് ബീവിൽ എന്നും റളിയല്ലാഹ് പ്രഗുണർ ഫാദിലാലെ ഹാജാത്തങ്ങളിൽ വീട്ടല്ലാഹ് പിരിശ ബീവിക്കന്ന് വയസ്സ് സാട്ടതും മുന്നാനെ പ്രിയരെ തുണ കാവലങ്ങൾ കേൾക്കണം മന്നാനെ മന്നവർത്ത ജല്ലിയാത്തണുന്തി വരെ ഹക്കാൽ മാരണം ചതി സിഹറും കാക്കണം യാ അല്ലാഹ് പൊന്നിവർ മൗത്ത് ഹിജ്റ 200 ആട്ടെ പൂരിത റമദാനിലുൽ ജുമുഅരാവിൽ തിട്ടെ ഉന്നുവാൻ മിസ്റെന്ന ദിക്കിൽ ഉള്ള വീട്ടിലൊക്കെ ഊറ്റ ദുഃഖം ഏറ്റ് ബുക്ക ഹുസ്നതും പെരുക്കെ ബന്നനേകം ലോകരും ബൻ സംഗീതത്തിൽ നിൽക്കെ ബന്നകം ഓരോന്ന് ബീവിമാരെയും കാതിക്കൈ പരിശയൂരാഗമകൻ നബി മുത്ത് മകളായേ വിഷം ആദിലുബൈത്തിൽ ഹദിയോരായേ കരുണാരത്തോരുൾ ബീവി നബി സത്തിൽ റളിയല്ലാഹ് കരുണാരീലാമകൾ കണത്തിടല്ലാഹ്. നഫീസ ബീവിയുടെ മക്ബറയുടെ സമീപം താമസിച്ചിരുന്ന മുഹിയുദ്ദീനുൽ മിത്തുരി എന്നവരുടെ മകൾ കൂട്ടുകാരോടൊത്ത് കുളി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു മോഷ്ടാവ് കുട്ടിയെ വലിച്ചിഴച്ച് നഫീസ ബീവിയുടെ മക്ബറയുടെ സമീപമുള്ള ഒരു കുഴിയിലേക്ക് ഇറക്കി കഴുത്തറുത്ത് ആഭരണം മോഷ്ടിച്ച് സ്ഥലം വിട്ടു. കുട്ടിയെ കാണാതായപ്പോൾ ഭരണാധികാരി അന്വേഷണത്തിന് ഉത്തരവിട്ടു. കൂട്ടുകാരിൽ നിന്ന് ലഭിച്ച സൂചന അനുസരിച്ച് മോഷ്ടാവിനെ പിടികൂടി. പ്രതിയെയും കൂട്ടി കൊലപാതകം നടത്തിയ സ്ഥലത്തേക്ക് ചെന്നപ്പോൾ മരണപ്പെട്ട ബാലിക കഴുത്തിൽ ചോരപ്പാടുകളുമായി എണീറ്റു വരുന്നതാണ് അവർ കണ്ടത്. കാര്യമന്വേഷിച്ചവരോട് അവൾ വെളിപ്പെടുത്തിയ സത്യം കേട്ടവരെ അത്ഭുത സ്തബ്ധരാക്കി. അവൻ കഴുത്തറുത്തപ്പോൾ സുന്ദരിയായൊരു സ്ത്രീ എന്റെ അടുത്തു വന്ന് മോൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു എന്റെ ശരീരത്തിൽ തടവി. ഉടനെ രക്തത്തിന്റെ ഒഴുക്ക് നിന്നു. നിങ്ങൾ ആരാണെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ നഫീസയാണെന്നായിരുന്നു അവരുടെ മറുപടി. നഫീസ ബീവിയിൽ നിന്ന് മരണാനന്തരം ഉണ്ടായ കറാമത്തുകളിൽ ഒന്നു മാത്രമാണിത്. ഇബ്നു ഇയാസിൽ നിന്ന് ഈ സംഭവം ഉദ്ധരിച്ചിരിക്കുന്നത്. കതിത്തനതേ കൺമാണി തിരുതരുളത്തരുൾ ബീവി കൽബിലേറ്റം പ്രിയമായ മാനിതപ്പൂദേവി മതിയിലും തെളിവു കണ്ട് അചലായ ശോഭി മഹിമശില ഗുണമണിപ്പൊരുൾ ബീരിത പ്രഭുവി മതിരന സംവി ഗന്ധ കരളെ എന്നെയും വിട്ടല്ലോ മാറിട ക്ലേശമിൽ ഞാൻ മുങ്ങിയോനായല്ലോ ഇത് വീതം ഊരത്തവരെ നൽകനാസയാണേ എടുത്തു ജന്നത്തുൽ ബഖിയിൽ കൊണ്ടുപോകുവാനേ പോകുവാനൊരുങ്ങിടുന്നേ ഹലാത്തെ നലർത്തെ പോദിന ഇസ്ഹാഖരിൽ മിസ്റുലഗർ ഊത്തെ നാഗരെ പതിയിൽ തന്നെ മുത്ത് ബീവിയാരെ നല്ല പോൽ മറ ചെയ്തിടുവിൻ നാദാരെ സൗജോരെ വിക്കിതം അപേക്ഷയെ കൈ കൊണ്ടിടാതെ നിർത്തി വേളയിൽ ഇസ്ഹാ
ആയിഷയും